ബ്രോ, ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു, തിരിച്ച് റിപ്ലൈ കണ്ടു. വേറൊന്നുമല്ല, എൻ്റെ ഒരു കൺസേൺ എന്നേ പറയുന്നുള്ളൂ. ഞാനിങ്ങനെ മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട്, പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ മക്കു എന്തിനാടാ അവിടെ വായിന്ന് കേൾക്കുന്നത്? പോയി ഞാൻ ഡയറക്ടർ വരും. എല്ലാവർക്കും നമസ്കാരം. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യണ്ട. ഓക്കെ, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പറായങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തവരെയും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ലൈക്ക് അടിക്കുക. പിന്നെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമ്മുടെ വിഷയത്തിലോട്ട് നേരെ വരാം. ഇന്നലെ രേണു കയറും എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ള കേസ് നമ്മൾ വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അൻഷാ എന്ന് പറയുന്ന ഒരു പരനാറി വന്നിട്ട് ഇല്ലാത്ത പല മറ്റേ അടുത്ത വർത്തമാനങ്ങളും പറഞ്ഞ് കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു തന്തയ്ക്ക് പറക്കഥ പുന്നാരമോൻ എന്നേ അവനെ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലുമില്ല. പക്ഷെ അവൻ ഇല്ലാത്ത അപരാധം പറഞ്ഞുണ്ടാക്കി റീച്ച് ഉണ്ടാക്കി രേണുവിനെ വിറ്റ് ജീവിക്കുന്ന, രേണുവിന്റെ കൂടെ നിന്ന ഒരു നാറിയാണ് അവൻ. ഇവനെ പോലുള്ള നാറികൾ ഇല്ലാത്ത പല അപരാധങ്ങളും പറഞ്ഞുണ്ടാക്കി ഇപ്പൊ രേണുവിനെ അടക്കം ഇളക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും രേണു, നീ നിന്റെ കുരുട്ട് ബുദ്ധിയിലെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുക. ഈ കൂടെ നിൽക്കുന്ന അപരാധികൾ പറഞ്ഞു തന്നത് കേട്ടുകൊണ്ട് ആടാനാണ്, കിച്ചുവിന് എതിരെ നിൽക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിനക്ക് ഈ കിട്ടുന്ന സഹതാപം പോയിട്ട് ഒരു മനുഷ്യൻ പോലും നിന്നെ നല്ലത് പറയൂല. ഓക്കെ, ഈ കൂടെ നിൽക്കുന്ന നിന്റെ സുഹൃത്തുക്കളെ പോലെ പറഞ്ഞ് നിന്റെ കൂടെ നിന്ന് നിന്നെ വെച്ച് അന്നും ഇന്നും മുതലെടുപ്പ് നടത്തുന്ന കുറെ എണ്ണം ഉണ്ട്. അന്നും നിന്നെ മറ്റേ കോണാത്തിലെ വഴിയിലോട്ട് തിരിച്ചു വിട്ടിട്ടുള്ളൂ. നല്ലത് പറഞ്ഞു തരാൻ നിനക്ക് ഒരു സുഹൃത്തും നിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അന്നും നിന്നെ നശിപ്പിച്ച് നിന്റെ കൂടെ നിന്ന് നിന്നെ യൂട്ടിലൈസ് ചെയ്ത് നിന്നെ വച്ച് സെഞ്ച്, മനസ്സിലായ, നിന്നെ വച്ച് ഓരോരുത്തർ റീച്ചും പൈസയും ഉണ്ടാക്കിയതല്ലാണ്ട് നിനക്ക് നല്ലത് പറഞ്ഞു തരാൻ നിന്റെ കൂടെ ഒരു സുഹൃത്ത് പോലും ഇല്ലായിരുന്നു. നീ അപരാധങ്ങൾ കാണിച്ച് നിന്റെ ജീവിതം നീ തൊലച്ച്. ഇപ്പോഴും നീ ഈ ഒരു അവസ്ഥയെ കിടക്കുമ്പോഴും നിനക്ക് കുരുട്ടു ബുദ്ധിധനങ്ങൾ പറഞ്ഞു തന്ന് നിന്നെ കൊണ്ട് കുഴിച്ചടിക്കുന്ന കുറെ മറ്റവളുമാരും നിന്റെ കൂടെ നിപ്പുണ്ട്. ഈ അൻഷാദ് എന്ന് പറയുന്നവൻ ഇല്ലാത്തൊരു കഥ അടിച്ചിറക്കി കിച്ചുവിനെതിരെ സൈബർ അറ്റാക്ക് അടിച്ച് അങ്ങോട്ട് വിടാൻ വേണ്ടി നോക്കി. ആര് മൂഞ്ചി? രേണു മൂഞ്ചി. ഇവന്മാരി പറയുന്നതും ഇവന്മാരി ഉണ്ടാക്കുന്ന കഥകളെല്ലാം കൂടി അവസാനം ഇരിക്കുന്ന രേണുവിന്റെ നെഞ്ചത്താണ്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കി. രേണു നിന്നെ വച്ച് യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഓരോരുത്തന്മാരും ഓരോരുത്തികളും. അത് നീ മനസ്സിലാക്കുന്ന ദിവസം എനിക്കറിയത്തില്ല ഏതാണ് ആ ദിവസം എന്ന്. നിനക്ക് ഒരു ബോധം പൊക്കണമില്ലാണ്ടാണ് നീ ഇപ്പൊ കിച്ചുവിന്റെ നെഞ്ചത്തോട്ട് പോയി കയറിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ അൻഷാദിന്റെ മറ്റൊരു ഓഡിയോ ഞാനൊന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് കേൾക്കണം. കേട്ടേ പറ്റത്തുള്ളൂ. അതുപോലെ ഒരു ലേഡി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നാളെ കിച്ചു എന്തെങ്കിലും കടുങ്കൈ ചെയ്തതിന് ശേഷം എല്ലാം കൂടി കോടയം പിടിച്ചുകൊണ്ട് ഇറങ്ങും. ഒന്നാതെ അവന്റെ ചൈൽഡ്ഹുഡ് മൊത്തം തൊലഞ്ഞ്, അന്നേ അവന് ട്രോമയാണ്, അവൻ നശിച്ച് നാറാണത്തായി. എന്നിട്ട് ഇപ്പൊ ജീവിതത്തിലോട്ടൊന്ന് പച്ച പിടിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവനെ ജീവിക്കാൻ വിടുന്നില്ല, നശിപ്പിക്കുക. കിച്ചുവിനെതിരെ അടിച്ച് കിച്ചുവിനെ നശിപ്പിച്ചുകൊണ്ട് മറ്റേ അടുത്ത ഉണ്ടാക്കിയ പരിപാടികൾ ഉണ്ടാക്കാൻ നോക്കുന്ന കുറെ തന്തയില്ലാത്തവന്മാരുകളെ കൂടെ ഇപ്പോൾ ഉണ്ട്. ആരോ കൂടെ? രേണുവിന്റെ കൂടെ. ഇവനെ പോലെ ഉള്ളവന്മാര് ചെറിയ പ്രായത്തിൽ എന്തൊക്കെയോ പേക്കൂത്തുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് തെറ്റുകൾ. നാളെ അവനെ ഈ പൊതുസമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ പലതും വിളിച്ചു പറഞ്ഞ് പല അപരാധങ്ങളും കാണിച്ച് തൊലച്ച് നശിപ്പിച്ച് നാറാണത്താക്കി കഴിഞ്ഞാൽ ആരുത്തരം പറയും? രേണു, നിന്റെ കൂടെ നിൽക്കുന്നവരെ ആരും നിന്റെ നല്ലതിന് വേണ്ടിയിട്ട്, നിനക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചല്ല, നിന്നെ വെച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിന്റെ കൂടെ നിൽക്കുന്ന ഓരോന്നും. ഓക്കെ, നിന്റെ വീട്ടുകാരെ കേസല്ല പറയുന്ന, സുഹൃത്തുക്കളെ കേസ്. കിച്ചുവിനെതിരെ അടിക്ക്, കിച്ചുവിനെതിരെ മറ്റത് മറിച്ചത് പറയാന്ന് പറഞ്ഞ് കിച്ചുവിനെതിരെ നിന്നെ പിരികേറ്റി വിട്ട് നിന്റെ കൂടെ നിൽക്കുന്ന കഴിവേറികളെ നീ മാറ്റി നിർത്തണം. ഓക്കെ, നീ മണ്ടത്തരം കാണിക്കരുത്. കിച്ചു ആയാലും ഞാൻ അതേ പറയത്തുള്ളൂ. ആവശ്യമില്ല ഓരോ കോൺട്രോവേഴ്സി ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ഇറങ്ങി കഴിഞ്ഞാൽ നാർന്ന നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും കൂടെ നിൽക്കുന്ന, ആരുമല്ല. ഇതുപോലത്തെ കടയടി മക്കൾ വന്നിട്ട് ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് മുതലെടുപ്പ് നടത്തുക, എന്നിട്ട് പറയാം അവന്റെ തന്തയ്ക്ക് റീച്ച് ഉണ്ടാക്കാനല്ല എന്ന്. ഇതുപോലത്തെ തന്തയില്ലാത്തവന്മാർ കാരണമാണ് ഈ നാട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സത്യം തുറന്നു പറയുമ്പോൾ നമ്മളെ ചിലപ്പോൾ ചെളിവാരി അറിയും. പക്ഷെ നിങ്ങൾ ആലോചിക്കും, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇപ്പൊ കിച്ചുവിനെതിരെ രേണുവിനെ ഇതുപോലെ അഴിച്ചു വിട്ടുകൊണ്ട് ഓരോ നാറുകളാണ് ഈ നാറിയ കളി കളിക്കുന്നത്. യുവമാർക്കെതിരെയാണ് സത്യം പറഞ്ഞാൽ അടിക്കേണ്ടത്. എന്തായാലും ഈ നാറി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. രേണു മണ്ടത്തര. രേണുവിന് പണ്ടേ സ്വന്തമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ബുദ്ധിയും ബോധവും വിവരവും ഇല്ല. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുതിര വാല നോക്കി അതുപോലെ എടുത്തോണ്ട് പോകും. ഇപ്പോഴും അത് തന്നെ അവസ്ഥ. ആര് മൂഞ്ചി? രേണു മൂഞ്ചി. ഇപ്പം നാട്ടുകാരുടെ ഫുള്ള് തള്ളയ്ക്കുള്ളിൽ നിനക്ക് ഷെയർ ഉണ്ട്. അസുഖം വന്നിട്ട് പോലും നിന്റെ അടുത്ത് ഒരു സഹതാപം ഇല്ലാത്ത രീതിയിലായി, അല്ലെങ്കിൽ ആക്കി നീ രേണു. ഇപ്പൊ കിച്ചുവിന് ആണ് മൊത്തം സപ്പോർട്ട്. അത് എന്തുകൊണ്ടാണ്? കിച്ചുവിന് നേരത്തെ ഓൾറെഡി സപ്പോർട്ട് ഉണ്ട്. അപ്പൊ നീ ഇങ്ങനെ ഒരു അവസ്ഥയിലും നീ കിച്ചുവിന് സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്തപ്പോൾ നാട്ടുകാരെല്ലാം കൂടി നിനക്കെതിരെ തിരിഞ്ഞു.
ഇനി കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല കേട്ടാ. കൂടെ നിൽക്കുന്ന ഈ ഷൊട്ടകൾ പറയുന്നത് കേട്ട ആടിയ ഇതുപോലെ ഇരിക്കുന്നതാണോ. എന്തായാലും ഇവന്റെ ഒരു വോയിസ് ഞാനൊന്ന് കൊടുക്കാം. ഈ അൻഷാ പരന്നറിയില്ല വേറൊരു സ്ഥലത്തേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് റീപ്ലൈ തരാത്തത്. പിന്നെ ഈ പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റീച്ചിന് വേണ്ടിയിട്ട്, എനിക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലും ഇല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ 24 മണിക്കൂറും കയറി കുത്തിയിരിക്കുന്ന ആളുമല്ല. പിന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. എന്റെ പോസ്റ്റൊക്കെ എങ്ങനെ ഇടണം, ഏതൊക്കെ ഇടണമെന്നൊക്കെ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അന്നേരം ഒന്നും പൊങ്ങാത്ത ഒരു വാക്കുകൾ മര്യാദയ്ക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നാ വരെ മോശമായിട്ട് ഒരു വാക്കും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങൾ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്, പറ്റുന്ന പോലെ തന്നെ ഞാനും ഇടയ്ക്ക് റീപ്ലൈ തരാറുണ്ട്. വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ മെൻഷൻ ചെയ്ത് നിങ്ങളെ ഞാൻ മെൻഷൻ എവിടെയെങ്കിലും സജീന ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ കാര്യമാണ്. രേണു അത്യാസന്റെ നിലയിൽ രേണു മരിക്കാൻ കിടക്കുന്നും പറഞ്ഞ് എത്രയോ ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ശരിയാണോ? അല്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഇത് നിങ്ങൾ നിങ്ങളുടേതാണെന്നും പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് കയറി ഏൽക്കുവാണോ ചെയ്യുന്നത്? എന്റെ പോസ്റ്റ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലോ എന്റെ ഫേസ്ബുക്കിലോ ഇട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ എനിക്ക് റീച്ച് എന്ന് പറയുന്ന സാധനം ഒന്നും ഉള്ള ആളല്ല ഞാൻ. അല്ലെങ്കിൽ നിനക്കിപ്പോൾ റീച്ച് ഉണ്ടായി തരും. ഇതുപോലത്തെ നാറുകളെ വീഡിയോ പോയി ഒരു മനുഷ്യൻ പോലും കാണരുത്. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, ഓപ്പണായിട്ട് പറയാം. അന്നും ഇന്നും രേണുവിന്റെ കൂടെ ഉള്ളതെല്ലാം രേണുവിനെ വച്ച് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. നിന്റെ കൂടെ നിൽക്കുന്നവന്മാർ എല്ലാം കണക്കാണ്. ഈ അൻഷാദായാലും ഇപ്പൊ വന്നിട്ടുള്ള നിന്നെ വെച്ച് അവനൊരു റീച്ച് നെഗറ്റീവ് ആയാലും പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് 10 ആളുടെ ഒരു ഇടയിൽ ഒരുവന്റെ ഫേസ് ഒന്ന് ഇതായി കഴിഞ്ഞാലേ, ഫേസ് 10 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവനത് മതി. അത് നിന്റെ അസുഖമോ നിന്റെ അവസ്ഥയോ ഒന്നും ഇവളുമാർക്കും ഒന്നും അറിയണ്ട. എങ്ങനെയെങ്കിലും ഇതൊരു കോൺട്രവേഴ്സി വിഷയമാക്കി ഇത് 10 ആളുകളോട് ചർച്ചയാക്കി തൊലയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നാളെ കിച്ചു എന്തെങ്കിലും കടുകൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി രേണുവിന്റെ നെഞ്ചത്തെ വരത്തുള്ളൂ, ഇവന്മാരുടെ നെഞ്ചത്ത് പോകത്തില്ല. ഓക്കെ, ഇതൊക്കെ ചിന്തിച്ച് പെരുമാറാൻ പഠിക്കുക. അല്ലെങ്കിൽ വല്ലവന്മാരുടെ വാക്കും കേട്ടുകൊണ്ട് മൂഞ്ചി തിരിഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നീ ഉണ്ടാക്കണം പോലെ. നീ ഇട്ട വീടിയുടെ താഴെ വന്ന കമന്റുകൾ നീ നോക്കാത്ത എന്ത്? അതിന് റിപ്ലൈ കൊടുക്കാത്ത എന്ത്? നീ അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത എന്ത്? ഇല്ല, എല്ലാരും അരിയാഹാര കഴിച്ചു കിടക്കുന്നത് മനസ്സിലായ? നിങ്ങളെല്ലാരും കുറച്ച് അരിവാരി വെച്ച് ഉണ്ടാക്കുക. അത് തന്നെ പറയാനുള്ളൂ. ഇതിപ്പോ സജിനയും ഇവനും ഈ പാലായും മറ്റേ എന്താ അൻഷാദ് പാലായും തമ്മിലുള്ള സംഭാഷണമാണ്. ഇവര് തമ്മിൽ രേണുവിനെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീ മറ്റേ വീഡിയോ ചെയ്തില്ലേടി, നീ ചെയ്തല്ലോടാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എല്ലാവരും റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്യണം. ഞാൻ അടക്കം റീച്ച് 10 ആളിലോട്ട് വ്യൂവർഷിപ്പ് എത്തണം, കാശ് കിട്ടണം, നമ്മുടെ ലൈഫ് സെറ്റിൽ ആവണം. പക്ഷെ അതിൻ്റെ അത് തന്തയില്ലായ്മ കാണിക്കാതെ ഈ ഒരാളെ വച്ചുകൊണ്ട് ഒരാളെ പെടുത്തിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കില്ല. അത് ഉതവൂല. ഒരാളെ പെടുത്തിക്കൊണ്ട് നമ്മൾ ഒന്നും നേടാൻ നിൽക്കരുത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. രേണുവിൻ്റെ അവസ്ഥ. ഓക്കെ, ആ അവസ്ഥയെ പോലും മാനിക്കാണ്ട് അവളെ വച്ചുകൊണ്ട് കിച്ചുവിനെതിരെ അടുപ്പിച്ചിട്ട് ഓരോന്ന് ചെയ്യുന്ന ഇവനെ പോലത്തെ തന്തയില്ലാത്തവന്മാരാണ് ഇവിടുത്തെ നാടിൻ്റെ ശാപം. ഇത് രേണു എന്ന് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. നിന്റെ കൂടെ നിൽക്കുന്ന എല്ലാം കുതുകാല് വെട്ടുകളുക. സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുക, ചെയ്ത തെറ്റുകളോടും ചെയ്ത പ്രവൃത്തികളെല്ലാം മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ജീവിതം ഉണ്ടാവട്ടെ, നല്ല ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ. ഓക്കെ, അല്ലാണ്ട് ഈ സമയത്തിരുന്ന് കുത്തിത്തിരിപ്പല്ല ഉണ്ടാക്കേണ്ട രേണു. ഓക്കെ, ഈ രേണുവിനെ രാവിലെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും അതിന് തലേന്ന് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾ വേറെ വൈകി അറിഞ്ഞതിൽ ഞാൻ ഉത്തരവാദിയല്ല. എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിലൊന്നും യാതൊരു എന്താ പറയാ, ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അതെന്റെ ഉത്തരവാദിത്വം അല്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊന്നും റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാനൊന്നും നടക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ അറിഞ്ഞത് തന്നെയാണ്. പിന്നെ എന്താ പറയാ, അത്യാസന്ന നിലയിൽ നിന്ന് നിങ്ങൾ മാത്രമാണോ എടാ? നിനക്കൊക്കെ അല്ലെങ്കിൽ നിന്നെയൊക്കെ ഏതെങ്കിലും മനുഷ്യന്മാരെ കാണൂടാ അവരാതി. നിന്റെ റീച്ച് ഉണ്ടാക്കാൻ നിൽക്കുന്നവനല്ല. പിന്നെ നീ മുഞ്ചാണ് അതിൻ്റെ തോന്നുന്നത്, മൂഞ്ചാനാവുന്നത്. അവൻ്റെ കൊണച്ച് അവൻ്റെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവനെ കാലാവരെ എടുത്ത് തറയടിക്കാൻ തോന്നുന്നു. അതുപോലെ എന്തെന്ന് ആശുപത്രിയിൽ നിലയിലായത് അവൻ മറ്റേ ഉണ്ടാക്കി പോസ്റ്റ് ഇട്ടെന്ന്. എവിടെ നിലയിലായി? എടാ, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് ഞാൻ. എല്ലാ കാര്യങ്ങളും രേണുവിൻ്റെ ഓരോ ദിവസത്തെ A-to-Z കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാം. എനിക്ക് അവളുടെ അസുഖം വിട്ട് ചെയ്യേണ്ട ഗതികേട് എനിക്കില്ല, അതിൻ്റെ ആവശ്യവും എനിക്കില്ല. പക്ഷേ ഒരു കോൺട്രവേഴ്സി വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും. ഇവനെ പോലത്തെ തന്തയില്ലാത്തവന്മാർ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. ഈ രേണുവിനെ രാവിലെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നതിന് മുന്നും അതിന് തലേന്ന് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട്
ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അവളുടെ വീട്ടുകാർ എന്നെ ഡെയിലി വിളിക്കാറുണ്ട്. അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവളോ ഒക്കെ വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾ വേറെ വൈകി അറിഞ്ഞതിൽ ഞാൻ ഉത്തരവാദിയല്ല. കേട്ടല്ലോ, രേണു ഇത് കേൾക്കണം. കാരണം ഇവനൊക്കെ നിന്റെയൊക്കെ കുടുംബത്തിൽ വന്ന് നിൽക്കുന്നതും നിന്നെയൊക്കെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന അവനൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ തന്നെയാണ്. ഇപ്പം റീസെൻ്റ്ലി വന്നിട്ട് കിച്ചുവിനെതിരെ വീഡിയോ ഇടുന്നു, രേണു ഇന്നത് ചെയ്തെന്ന് പറഞ്ഞ് ഇല്ലാത്ത കള്ളക്കഥ ഉണ്ടാക്കുന്നു. എന്തിൻ്റെ ആവശ്യം ഇതൊക്കെ? രേണു, നീയാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. നിന്നെ ആരെങ്കിലും പിരികേറ്റി വിടുന്നുണ്ടെങ്കിൽ അത് നിന്റെ നാശത്തിലേക്കുള്ള പോക്ക, വേറെ ഒന്നുമില്ല. നിന്റെ നാശത്തിലേക്കുള്ള പോക്ക, വേറെ ഒരു മാറ്റവും ഇല്ല. ഞാൻ 100% എഴുതി ഒപ്പിട്ട് തരാം. നമുക്ക് അങ്ങനെയുള്ള റീച്ചും കാര്യങ്ങളൊന്നും വേണ്ട ചേച്ചി. ആ പെങ്കൊച്ചിനെ എനിക്കറിയാം. അവളെ എന്താ പറയാ, നിങ്ങളെക്കാൾ മുന്നേ പരിചയപ്പെട്ട ആളെയാണ്. എനിക്ക് കറക്റ്റായിട്ട് അവളുടെ എല്ലാവിധ അപ്ഡേഷൻസും അറിയാം. എന്ത് കാര്യം ഉണ്ടായാലും അവൾ ഫസ്റ്റ് ടൈം എന്നെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അത് അവള് മാത്രമല്ല, അവളുടെ വീട്ടുകാരടക്കം എല്ലാവരും. എന്തിനാ രേണുവിൻ്റെ വീട്ടുകാർ ഈ നാറികളൊക്കെ ഈ കഴിവേറികളൊക്കെ വിളിക്കുന്നത്? ഇവൻ ഇന്നലെ കാണിച്ച വീഡിയോ തന്നെ നിനക്കൊരു എക്സാമ്പിൾ അല്ലേ? എന്നിട്ട് വീഡിയോ നോക്കി, പക്ഷെ അതിനൊരു എക്സാമ്പിൾ അല്ലേ? ഓക്കെ, ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നോക്ക്. രേണുവിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. കഴിപ്പണം കെട്ട നാറികളോ തന്തയില്ലാത്തമാരും കാരണം പറ. എൻ്റെ പോസ്റ്റ്, എൻ്റെ ഫോണ്, എൻ്റെ ID, അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അതെ സെയിം അതേപോലെ തന്നെ നിങ്ങൾക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, ഞാനെന്ത് പോസ്റ്റ് ചെയ്യണം ഏത് പോസ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടമാണ്. നീ നിന്റെ തന്തയെ പിടിച്ച് പോസ്റ്റ് ചെയ്യണം. നീ ഇതിൻ്റെ പേരിൽ എനിക്കിട്ടുണ്ടാക്കാൻ വരാണെങ്കിൽ നീ ഇങ്ങോട്ടോ വാ കേട്ടോ. നിന്റെ തന്തയെ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. നീ ഇന്നലെ ഞാൻ തന്തയ്ക്ക് വിളിക്കാതെ വിട്ട്, പക്ഷെ നിൻ്റെയൊക്കെ തന്തയെ പറയണം. ചുണ ഉണ്ടെങ്കിൽ നീ വാ, ഉണ്ടാക്കാൻ വാ, ബാക്കി ഞാൻ ഉണ്ടാക്കി തരാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് വിട്. ഓക്കെ, അപ്പോൾ ഈ നാറി ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കലക്ക വെള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം എനിക്ക് പറയാനുള്ള രേണുവിൻ്റെ ഫാമിലി ഇവനെ ഒഴിവാക്കി നിർത്തുക, അല്ലെങ്കിൽ നിങ്ങൾ മാറും. നിങ്ങളുടെ പല കാര്യങ്ങൾ ഇവൻ അറിയാം. ഓക്കെ, ഇപ്പോൾ രേണു തന്നെ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പലതും തുറന്ന് പറയേണ്ടി വരുമെന്ന്. ആ കാര്യം ഈ നാറിക്കും അറിയായിരിക്കും മേ ബി. അതുകൊണ്ടാണ് ഇവൻ ഈ തിളപ്പ് കിടന്ന് തിളയ്ക്കുന്നത്. കൂടെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ മൂഞ്ചത്തേ ഉള്ളൂ. രേണു, മണ്ടത്തരം കാണിച്ചിട്ടല്ല ആണത്തം കാണിക്കേണ്ടത്. നീ പെണ്ണാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു ഡയലോഗുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ മണ്ടത്തരമല്ല കാണിക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ നീ ഇത്തരം വിട്ടിത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ സ്പോയിലാവുന്ന നിൻ്റെ ലൈഫ് തന്നെയാണ്. ഓക്കെ, നിൻ്റെ ലൈഫ് മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ലൈഫും സ്പോയിലാവും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതൊരു വെറും ഒരു ഉപദേശമായിട്ട് മാത്രം കണക്കിലെടുക്കുക, അല്ലെങ്കിൽ മൂഞ്ചും. ഇനി സജിന കുറച്ച് കാര്യങ്ങൾ ഈ നാറിയെ പറ്റി പറയുന്നുണ്ട്, കേട്ടോ. ഹലോ, ആ വീഡിയോ രേണുവിന്റെ ഇതൊക്കെ വീഡിയോ ചെയ്യാനേ കാണണ്ടേ? വീഡിയോ ചെയ്യാൻ പറയേ ചെയ്യാനാ? ചെയ്യാൻ സമയമുണ്ട്. നമ്മളിപ്പം ഉടനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കണ്ട ഉടനെ അത് എന്താണ് ഏതാണ് കറക്റ്റ് ആയിട്ട് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. രേണുവിനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് അവർക്ക് എതിരെ വരുന്ന വീഡിയോസിനൊക്കെ ഞാൻ റിയാക്ട് ചെയ്തോണ്ടിരുന്നു. ഇത് കിച്ചുവിന്റെ ഒരു പറച്ചിലായതുകൊണ്ട് നമുക്ക് നേരിട്ട് അനുഭവമില്ല. ഇപ്പൊ ഞാൻ അൻഷാദാണ്. മനസ്സിലായി. ഇങ്ങനെയൊക്കെ ഇപ്പോഴുള്ള കരച്ചിലും പരിപാടിയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ ചേച്ചി അതിൽ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നത്. റിയാക്ട് ചെയ്യണം. ഇന്നൊരു വീഡിയോ ഇടുന്നുണ്ട് എന്തായാലും. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നോക്കിട്ട് ഒരു വീഡിയോ ഞാനും ചെയ്യാന്ന് ഓർത്തായിരുന്നു. എന്തായാലും ഇടുന്നുണ്ട്. ചെയ്യാനുള്ള ഒരു ചുറ്റുവട്ടത്തിലൊക്കെ തയ്യാറെടുപ്പിലാണ്. ശരി, എന്നിട്ട് ലിങ്ക് അയച്ചു തരാം. കണ്ടു നോക്കിയിട്ട് ഒന്ന് റിയാക്ട് ചെയ്യും. ഓക്കെ, ശരി. റീച്ച് ആഗ്രഹിക്കാത്ത തന്തയില്ലാത്തവൻ. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, രേണുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ രേണുവിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ രേണുവിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. നിന്നെ യൂസ് ചെയ്യാനായിട്ട്, നിന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ടാണ് നിൻ്റെ ചുറ്റും ആൾക്കാർ നിൽക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. എനിക്ക് നേരെ പോകുന്നേ ഉള്ളൂ. അല്ലാതെ ഈ മറ്റേ അടി കൂടിയുള്ള പരിപാടിയൊന്നും നമുക്കില്ല. എനിക്കിപ്പോൾ നിൻ്റെ കണ്ടന്റ് അങ്ങനെയൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന എനിക്ക് ശരിയെന്ന് തോന്നുന്നതൊക്കെ ഞാൻ വിളിച്ചു പറയാം. എനിക്ക് എല്ലാം കണ്ടന്റാണ്. ഓക്കെ, എനിക്ക് കണ്ടന്റ് മാത്രം, എനിക്ക് ആശിട്ടാൻ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എത്തിക്സ് ഉണ്ടാ. ഇവനെ പോലെയുള്ള തന്തയില്ലാത്തവന്മാരും ഇതിൻ്റെ ഇടയിൽ ഞുഴഞ്ഞു കയറി അവളുടെ കുടുംബത്തിൽ കയറി പറ്റിയിട്ട് ഈ കാണിക്കുന്ന ചെറ്റത്തനം, കുത്തിത്തിരിപ്പുണ്ടാക്കി പരസ്പരം അടി ഉണ്ടാക്കിപ്പിച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ തന്തയിലാണ്. അതുപോലെ എനിക്ക് രേണുവിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നീ നിൻ്റെ പലരോടും വിളിച്ച് പറയുന്നുണ്ട്. ഇന്ന് കാണുന്നവൻ്റെ അടുത്ത് നാളെ ചിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ അടുത്തും വിളിച്ച് പറയും. അതാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, നിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന മിസ്റ്റേക്ക്. അതൊക്കെ അറിയത്തില്ല ഏത് രീതിയിൽ നിന്നെ എഫക്റ്റ് ചെയ്യുമെന്ന്. നാളെ നിൻ്റെ മകനെയും കിച്ചുവിനെയും എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഋതപ്പനെ എല്ലാവരും അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ജീവിതം മാറും. ഈ ഒരു ഘട്ടത്തിൽ നിൻ്റെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒരു കാര്യം നിൻ്റെ അടുത്ത് എനിക്ക് പറയാനില്ല. നാളെ കിച്ചു എന്തെങ്കിലും കഴുകൈ ചെയ്താൽ ഇതെല്ലാം കൂടി നിൻ്റെ തലയിൽ തിരിഞ്ഞു കുത്തും. ഓക്കെ, അപ്പോൾ ഈ നിൽക്കുന്ന അൻഷാദും
ഒരുത്തനും ഒരുത്തി നിന്റെ കൂടെ കാണത്തില്ല. നീ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും നാട്ടുകാരുടെ പ്രാക്കും ശാപവും തള്ളക്കിളിയല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഉള്ള കൊണ്ടി ഇട്ടുണ്ട് ഇരിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇരിക്കാം, അല്ലെങ്കിൽ മൂഞ്ചും. ഞാൻ ഉള്ള കാര്യം സീരിയസ്ലി പറയാം, അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നിങ്ങൾ ആരും നശിച്ച് കാണണമെന്നൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ രേണുവിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് രേണു എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം ജീവിതത്തിലോട്ട് തന്നെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ എന്നത്തെയും പ്രാർത്ഥന നീയുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഗോൾഡിൻ്റെ കേസൊക്കെ എവിടെ കൂടി എന്തൊക്കെയോ കിടന്ന് കറങ്ങുന്നുണ്ട്, എന്തൊക്കെയോ. എനിക്ക് കുറച്ച് പേര് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. രേണുവിന് എന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്ന് പറയണം. അതും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. ഇനി ഈ ആൻഷാദ് നാറി ഇവളുടെ കൂടെ റീലുണ്ട്, ഞാനൊരു വീഡിയോ കൊടുക്കാം. മക്കു എന്തിനാടാ അവിടെ വായിന്ന് കേൾക്കുന്നത്? പിന്നെ ഡയറക്ടർ വരും. നമസ്കാരം, എന്റെ പേര് അൻഷാദ് എന്നാണ്. രേണുവിനെ വെച്ചിട്ട് രണ്ടാമത്തെ ആൽബമാണ് ചെയ്തിരിക്കുന്നത്. കണ്ണേട്ടന്റെ സ്വന്തം ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം റീലുകളൊക്കെ ഭയങ്കര വൈറലാകുകയൊക്കെ ചെയ്തിരുന്നു. അതും കാട്ടുമങ്കയും ഇപ്പൊ ചെയ്ത കാട്ടുമങ്ക, ഇത് രണ്ടും ഒരുമിച്ച് അടുത്തടുത്ത ദിവസങ്ങളിൽ റിലീസ് ഉണ്ടാവുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്കും ഷെയറും കമന്റ്സും ഒക്കെ തരണം. എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. ഓക്കെ, ചെണ്ടി എനിക്ക് പോടാ. ഈ നാറിയാണ് ആ നാറി. അവന് റീച്ചൊന്നും വേണ്ടെന്ന്. പിന്നെ നീ ഉണ്ടാക്കാനാ ചെയ്യണം. നീ എന്തോ ഉണ്ടാക്കാനാ ചെയ്യണം. ഇവനെ പോലത്തെ നാറികളാണ് ഈ നാടിൻ്റെ ശാപം. സ്വന്തം തന്തയെ വരെ വേണമെങ്കിൽ പിടിച്ച് വിറ്റിട്ട് ഇവനൊക്കെ റീച്ച് ഉണ്ടാക്കും, റീച്ചിന് വേണ്ടിയിട്ട്. ഓക്കെ, സത്യം പള്ളി അടിക്കണ്ടേ? എന്ത് മരവാഴടാ നീയൊക്കെ. ഇനി ഞാൻ ഒരു വോയിസ് ഒന്ന് കൊടുക്കാം കേട്ടോ. എൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള ഒരു ലേഡി എനിക്ക് അയച്ചിട്ടുള്ള വോയിസാണ്. അവർ കിച്ചുവിൻ്റെ അടുത്തുള്ള ഒരു കൺസേൺ വെച്ചിട്ട് അവർ അയച്ച ഒരു വോയിസാണ്. നിങ്ങൾ കേൾക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ കഴമ്പുണ്ട്. ഹായ് ബ്രോ, ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു, തിരിച്ച് റിപ്ലൈ കണ്ടു. വേറൊന്നുമല്ല, എൻ്റെ ഒരു കൺസേൺ എന്നേ പറയുന്നുള്ളൂ. ഞാനിങ്ങനെ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വോയിസ് ഇടുന്നത് മറ്റൊന്നുമല്ല, കിച്ചുവിൻ്റെ കാര്യം തന്നെയാണ്. എനിക്ക് അവനെ പേഴ്സണലി അറിയുമോ, എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഇത്രയും നാളും പല കാര്യങ്ങളും ഞാൻ കണ്ടു കേട്ടു. നമ്മളെല്ലാവരും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നൊക്കെ ഒരു വീഡിയോ വന്നല്ലോ, പുള്ളിക്കാരി ഇങ്ങനെ അവനെ എന്താ പറയുന്നത്, ഭയങ്കര വാണിംഗ് കൊടുക്കുന്ന പോലെ, മീൻസ് എന്തോ പുള്ളിക്കാരി പറയും എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു ഇത് കണ്ടു. അപ്പം പേഴ്സണലി എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്, അറിയാം. ഓക്കെ, ഒരു എന്താ പറയുക, എനിക്കൊരു ബ്രദറുണ്ട്. ഞാൻ ആക്ച്വലി ഒരു ഓർഫണാണ്. ഞാനൊരു ഓർഫനേജിൽ നിന്ന് വളർന്ന ആളാണ്. എനിക്ക് അപ്പനും അമ്മയും ഇല്ലാത്തതിൻ്റെ വേദനയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഈ അപ്പനും അമ്മയും ഇല്ലാതെ ഞാൻ എൻ്റെ ബന്ധുക്കളുടെ കൂടെ നിന്നപ്പോഴും ഞാൻ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ അപ്പനും അമ്മയും തരുന്ന ആ ഒരു സ്നേഹമോ കൺസേണോ ഈ ലോകത്തിൽ മനുഷ്യന്മാർ തരുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ ഇവൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അവൻ ഇന്നാളെ അവൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ബ്രദർ അവൻ്റെ ജീവിതത്തിൽ അവന് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട കരുതലോ സ്നേഹമോ കൈത്താങ്ങലോ കിട്ടാതെ വന്നപ്പോൾ അവന് വഴിതെറ്റിപ്പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളൊക്കെയാണ്, അവന് ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, നല്ല രീതിയിൽ പോകുന്നു. എന്നും പറഞ്ഞാൽ ഞങ്ങളാരും അവൻ്റെ ആ പഴയ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, നീ കഞ്ചാവ് എടുത്തില്ലേ, അതെടുത്തില്ലേ, ഇതെടുത്തില്ലേ, ഇന്ന് വരെ ഞങ്ങളാരും, മീൻസ് ഞാനോ എൻ്റെ കുടുംബമോ മീൻസ് എൻ്റെ ഹസ്ബൻഡ്, പിന്നെ ഞാൻ വളർന്ന ഒരു ഓർഫനേജിലാണ്, അവിടുത്തെ ആൻറ്റിയോ ആരും അവനെ ബ്ലെയിം ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഞാനൊരു ചേച്ചി എന്ന സ്ഥാനത്താണ് പറയുന്നത് കേട്ടോ. മീൻസ് ഒരു കിച്ചുവിൻ്റെ ഒരു സഹോദരനുണ്ടെങ്കിൽ, ഇപ്പോൾ ബ്രദറിന് ഒരു പെങ്ങളോ ഒരു അനിയനോ ഉണ്ടെങ്കിൽ ബ്രദർ എങ്ങനെ പ്രതികരിക്കും? അത്രയേ ഉള്ളൂ കേട്ടോ. അവൻ തെറ്റ് ചെയ്യാത്തത് ആരുമില്ല ഈ ലോകത്ത്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ കേസ് അവൻ ചെറിയ പ്രായമാണ്. ഇന്ന് കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സൈഡിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. ഇൻ കേസ് അവൻ അങ്ങനെ വല്ലതും ചെയ്താൽ ആർക്കും നഷ്ടപ്പെടാനില്ല, അവന് മാത്രം.
മീൻസ് അവൻ പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആരും അതിനകത്ത് ദുഃഖിക്കുന്നില്ല. പക്ഷേ അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ സമൂഹം അതിന് ഉത്തരവാദികൾ. അന്ന് എല്ലാവരും കരയും, മെഴുകുതിരി കത്തിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഈ കൺസേൺ ഒന്ന് ഏതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അവനെ കിച്ചുവിനോടൊന്ന് പേഴ്സണലി സംസാരിക്കുകയോ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എനിക്ക് കണ്ടതിൽ യൂട്യൂബേഴ്സ് വെച്ച് ഇച്ചിരെങ്കിലും ഒരു നല്ലതെന്ന് മീൻസ് കാര്യങ്ങളെ അതിൻ്റെതായ രീതിയിലെടുക്കുന്ന ഒരാൾ എന്നുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ഇടുന്നത് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പം എൻ്റെ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരുടെയും അമ്മയായിക്കോട്ടെ, ഒരാൾ ഇപ്പം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യുന്ന ഒരമ്മയുടെ മക്കളെന്നറിയപ്പെടാൻ നമ്മളാരും ആഗ്രഹിക്കത്തില്ലല്ലോ, ഇല്ലേ? എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഒരു ഹോമിൽ നിന്നാണ് വളർന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി. അപ്പോൾ അവർ ഓർഫണാന്ന് പറയാനേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അവരമ്മ ഇങ്ങനെയാണ്, അവരമ്മ അങ്ങനെ ഒരു അമ്മയുടെ കാര്യം പോലും പറയാൻ ആഗ്രഹിക്കാത്ത മക്കളുണ്ട്. ഓക്കെ, പ്ലീസ് അവനെ ഒന്ന് കൺസിഡർ ചെയ്യുക എല്ലാവരും. എത്ര പേരാ അവനെ ഇങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, ഈ ലേഡി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഒരു കറക്റ്റ് കാര്യങ്ങളല്ലേ പറയുന്നത്. അവൻ്റെ പ്രായത്തിൽ അവൻ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളായിരിക്കും. എല്ലാം ഓക്കെയാണ്. പക്ഷേ അത് പൊതുസമൂഹത്തിലോട്ട് വരുമ്പോൾ അവൻ്റെ ലൈഫിനെ ബാധിക്കും. ഓക്കെ, ഇപ്പോൾ രേണുവിലും കിച്ചുവിലും നിൽക്കേണ്ട കാര്യങ്ങൾ രേണുവാണ് നാട്ടുകാരടുത്ത് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വിവരമില്ലായ്മ തന്നെയാണ്. അവളിങ്ങനെ ആൾക്കാരിലോട്ട് പറയുന്നു, പലരും അറിയുന്നു, ഞാൻ അടക്കം അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ആൾക്കാർ അറിഞ്ഞ് പോയി ആരെങ്കിലുമൊക്കെ ഒരു ദിവസം വിളിച്ചു പറയും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അവസാനം മൂഞ്ചും, ആരുടെയൊക്കെ ലൈഫ് പോകും. നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ കാരണം നിങ്ങളുടെ ലൈഫ് തന്നെ പോകും എന്നതാണ് സത്യം. അതുകൊണ്ട് എടുത്തു ചാടി ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ച് ജീവിതം തൊലച്ച് നാറാണത്താക്കി വെക്കരുത്. എനിക്ക് ഒരു അപേക്ഷയാണ്. കാരണം നിങ്ങളൊക്കെ തൊലഞ്ഞ് നശിച്ച് നാറാണത്തായി പോകുന്നത് കാണാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കിച്ചുവിൻ്റെ ലൈഫൊക്കെ തൊലച്ച് കളയരുതിരായിരുന്നു. ഈ ഓരോ കഴപ്പന്മാരതാ ഇതുപോലത്തെ അഞ്ചാനെ പോലെയുള്ള നായിൻ്റെ തന്തയില്ലാത്ത മോന്മാരുടെ റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളുടെ ഇടയിൽ ലൈഫ് തൊലച്ച് കളയരുത്. ഓക്കെ, ഇനി അനുമോള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, കൊടുക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട്, പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കാനേ പോണ്ട്, ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഡോക്ടേഴ്സ് ഒക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതും പിന്നെ പ്രതികരിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നോട് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫുഡ് വെയിറ്റ് ഇപ്പൊ 34 ഉള്ളൂ. അപ്പൊ ഒരാള് ഇപ്പൊ ഇത്രയും മരുന്ന് ഉള്ളിലോട്ട് പോകുമ്പോ ഒന്നെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിരിക്കണം, വെയിറ്റെങ്കിലും വേണം. അപ്പൊ ഒട്ടും ഹെൽത്തി അല്ല. പുള്ളിക്കാരി കഴിക്കുന്ന ഫുഡെല്ലാം ഒമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, പഴയതുപോലെ വേണം, പഴയതുപോലെ ഇറങ്ങണ്ടേ, അഭിനയിക്കണ്ടേ, ഇനാഘോഷം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേൾക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഴയതുപോലെ വരട്ടെ എന്നാണ് നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നത്. നമുക്കതാണ് വേണ്ടത്. ഓക്കെ, കേട്ടല്ലോ വേണോ? മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് പിന്നെ കയറൊന്നും കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. നിന്റെ ജീവിതമേ മൊത്തം മണ്ടത്തരം നീ കാണിച്ചുകൊണ്ടിരുന്നത് പണ്ട്. ഇപ്പോഴും അത് എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നു. കാരണം നിന്റെ കൂടെ നീ സെലക്ട് ചെയ്ത് നിന്റെ കൂടെ നിർത്തുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ നിന്നെ വച്ച് മുതലാക്കാൻ വേണ്ടിയിട്ട് വരുന്നവർ, അല്ലാണ്ട് നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നവരല്ല ഒട്ടുമിക്ക ആൾക്കാർ. കാരണം ഇപ്പം നിന്റെ കൂടെയൊക്കെ ഉള്ളവരെ വെച്ചിട്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്, അവർ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണോ ഈ പ്രവർത്തിച്ചത്? ജസ്റ്റ് യൂസ് കോമൺ സെൻസ്. അത് ഉപയോഗിച്ച് ചിന്തിക്കാൻ പഠിക്കും. നിന്റെ പല കാര്യങ്ങളും ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ അവർ തന്നെയാണ് നിനക്ക് പണി ഉണ്ടാക്കി തരുന്നത്. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല. അവർക്ക് എല്ലാവർക്കും ആവശ്യം റീച്ചാണ്. അപ്പോൾ ചോദിക്കുന്നത് എനിക്ക് ആവശ്യം റീച്ചല്ലേ? ഞാൻ റീച്ചാണല്ലോ ഓൾറെഡി. ഞാൻ ഇങ്ങനെ കണ്ടൻസുകളാണല്ലോ ചെയ്യുന്നത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ശരിയെന്ന് പറയും, തെറ്റെന്ന് തോന്നുന്നത് തെറ്റെന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിന്റെ കൂടെ നിൽക്കുന്നവർ, നിന്റെ കൂടെ, ഞാൻ നിന്റെ കൂടെ നിന്നിട്ട് കുതുകാല് വെട്ടിയ ആളല്ല, പക്ഷെ നിന്റെ കൂടെ നിന്നിട്ട് നിനക്ക് കുതുകാല് വെട്ടുന്ന ടീംസാണ് കൂടുതൽ ഉള്ളത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അല്ലെങ്കിൽ രേണു, നിങ്ങളെ ഫാമിലി മൊത്തത്തിൽ മൂഞ്ചുവെന്നേ ഞാൻ പറയത്തുള്ളൂ. നിന്റെ അവസ്ഥ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈ ഒരു സമയത്ത്. അല്ല കിച്ചുവിനെതിരെ ഉണ്ടാക്കാൻ ഇറങ്ങാതെ. കൂടുതലൊന്നും പറയല്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.